നമസ്കാരം. 78 വയസ്സായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡൻ്റായി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 2017 മുതൽ 2021 വരെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് 2020 അമേരിക്കയിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടതുകൊണ്ട് തുടർച്ചയായി രണ്ടാം വട്ടം അദ്ദേഹത്തിന് അധികാരത്തിൽ തിരിച്ചുവരുവാൻ പറ്റിയിരുന്നില്ല. അധികാരം നഷ്ടപ്പെട്ട ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ 4 വർഷക്കാലമായി അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ട പല ക്രിമിനൽ കേസുകളിലും പെട്ട് ഉഴലുകയായിരുന്നു. 34 കുറ്റകൃത്യങ്ങൾ, വഞ്ചന, തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കൽ, തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് സ്റ്റോമി ഡാനിയൽസിന് നൽകിയ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട 1-ാം ഡിഗ്രിയിലെ ബിസിനസ് റെക്കോർഡുകൾ വ്യാജമാക്കിയതിന് 34 ക്രിമിനൽ കുറ്റങ്ങൾ നേരിട്ട അദ്ദേഹത്തെ 2024 മെയ് 30 34 കേസുകളിലും കുറ്റക്കാരനാണെന്ന് അമേരിക്കൻ കോടതി കണ്ടെത്തിയിരുന്നു. എന്നിട്ട് പോലും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടെ തിരിച്ചെത്തുകയായിരുന്നു. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന കാമ്പയിൻ തന്നെയാണ്. അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ പണം ഇനി മുതൽ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഇലക്ഷൻ പ്രചരണങ്ങളിൽ ഉറക്കെ പ്രഖ്യാപിച്ച അദ്ദേഹം അധികാരത്തിൽ വന്നാൽ ഇസ്രയേൽ ഹമാസ് യുദ്ധവും അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധവും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ പണം ഇനി മുതൽ ഇസ്രയേലിന് വേണ്ടിയും യുക്രൈനു വേണ്ടിയും യുദ്ധം ചെയ്യാൻ ചിലവഴിക്കാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ട്രംപ് അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേലും ഹമാസുമായി ഒരു സീസ് ഫയർ കരാറിൽ ഒപ്പിടാനുള്ള യത്നത്തിൽ വിജയിക്കുകയും ചെയ്തു. യുക്രൈന് ഇനി മുതൽ അമേരിക്ക ആയുധങ്ങളും പണവും നൽകില്ല എന്ന് പ്രഖ്യാപിച്ച ട്രംപ് അടുത്തു തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തിവെക്കാൻ മുൻകൈയെടുക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയുടെ സുപ്രമസിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയെ പൂട്ടാൻ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായും UK-യുമായും ഓസ്ട്രേലിയയുമായും ജപ്പാനുമായും സഹകരിച്ച് ഒരു വലിയ സൈനിക സഖ്യം തന്നെ രൂപീകരിക്കുവാനും സാധ്യതയുണ്ട്. ഇൻഡോ പസഫിക്കിലും സൗത്ത് ചൈന സീയിലും ചൈനീസ് നേവി കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മിലിറ്ററി അപ്രമാദിത്യം അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ജനതയുടെ ഉന്നമനത്തിലും അമേരിക്കയുടെ ബിസിനസ് താൽപ്പര്യങ്ങളിലും സദാ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല അടുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയി ഡൊണാൾഡ് ട്രംപിൻ്റെ തിരിച്ചുവരവ് ഇന്ത്യൻ ഗവൺമെൻറ്റിനും ഇന്ത്യൻ ജനതയ്ക്കും ഗുണം ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.